കരുണയുടെ അവസാന മണിക്കൂർ 88. അമ്മ മറിയത്തിൻ്റെ സന്ദേശങ്ങൾ. സാത്താൻ്റെ പുക വിശുദ്ധ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നു. കുഞ്ഞുമക്കളെ, ഞങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളും വിശുദ്ധ സ്ഥലങ്ങളും പിശാചിനാലും നിങ്ങളിൽ അനേകരുടെ കരങ്ങളാലും അശുദ്ധമാക്കപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. അത് എനിക്കൊരു സഹന കാരണമാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം അത് തടയാനായി ദൈവത്തിൻ്റെ മക്കൾ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. ഞങ്ങളുടെ വിശുദ്ധ സ്ഥലങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നതിനായി ഒരാളുടെ പോലും സ്വരം ഉയരുന്നില്ല. എൻ്റെ മക്കൾ ആത്മീയ അലസതയിലായിരിക്കുന്നത് പോലെ തോന്നുന്നു. ഈ ഹീനമായ അതിക്രമത്തിന് നേരെ അവർ നിസ്സംഗരായിരിക്കുകയും ചെയ്യുന്നു. സാത്താൻ്റെ പുക വിശുദ്ധ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നു. അന്ധകാരത്തിൻ്റെ സന്തതികളുടെയും അതോടൊപ്പം ദൈവത്തിൻ്റെ സ്വന്തമെന്ന് പറയുന്ന അനേകരുടെയും ദുഷ്ടതയും അധമവികാരങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തുളച്ചു കയറുന്ന മുള്ളുകളാണ്. അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അണയുകയും എന്നാൽ ആത്മാർത്ഥമായ മാനസാന്തരത്തിന് യാതൊരു താല്പര്യവുമില്ലാതിരിക്കുകയും ചെയ്യുന്ന അനേകരെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞുമക്കളെ, എന്തൊരു സങ്കടമാണ് ഞാൻ അനുഭവിക്കുന്നതെന്നോ. തിടുക്കത്തിൽ ദേവാലയത്തിലേക്ക് വരികയും അതിനേക്കാൾ തിടുക്കത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നവരെ കാണുന്നത് എത്രയോ സങ്കടകരമാണ്. മറ്റു ചിലർ വരുന്നതാകട്ടെ വർത്തമാനം പറയാനും പരസ്പരം സംഭാഷണത്തിൽ ഏർപ്പെടാനുമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളും വിശുദ്ധ സ്ഥലങ്ങളും ഒരു സാധാരണ സന്ദർശന സ്ഥലമാണെന്ന തരത്തിൽ അവർ അവിടെ ചിരിച്ചു കളിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയും അവിടെ പ്രാർത്ഥനയ്ക്കായി വരുന്ന ചുരുക്കം ചിലരെ അസഹ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ ശത്രുവിനാൽ വഞ്ചിക്കപ്പെട്ട എൻ്റെ ചെറുപ്പക്കാരോട് എന്ത് പറയാനാണ്? എൻ്റെ യുവതീ-യുവാക്കൾ മോശമായ വസ്ത്രം ധരിച്ച് വിശുദ്ധ സ്ഥലങ്ങളെ സമീപിക്കുന്നത് കാണുമ്പോൾ ഞാൻ എത്രയധികം സങ്കടപ്പെടുന്നു, എന്തുമാത്രം സഹിക്കുന്നു. പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും സ്ഥലമായ അവിടെ ഒട്ടും അനുയോജ്യമല്ലാത്ത വസ്ത്രം ധരിച്ചു വരുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുൻപിൽ സ്വയം പ്രദർശന വസ്തുവാകുന്നു. അനേകർ ച്യൂവിംഗം ചവയ്ക്കുന്നു, പുകവലിക്കുന്നു, മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നു, അങ്ങേയറ്റം ചീത്തയായ വാക്കുകൾ ഉപയോഗിക്കുന്നു. മുതിർന്നവർ പലരും അവിടേക്ക് വരുന്നത് വെറും ഒരു നടത്തത്തിനു വേണ്ടിയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനും വേണ്ടിയുമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളെ ചപ്പുചവറുകളും ഭക്ഷണാവശിഷ്ടങ്ങളും കൊണ്ടുപോയിടാനുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ കാണുന്നത്. തീർത്ഥാടന കേന്ദ്രങ്ങളും ദേവാലയങ്ങളും വിശുദ്ധ സ്ഥലങ്ങളാണ്. പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും പരിഹാരം ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കാനും പാപികൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള സ്ഥലങ്ങളാണവ. അനേകർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും കുറവുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കാതെ പെരുമാറുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു. എൻ്റെ മാലാഖമാർ എന്നോടൊപ്പം വിലപിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും വിധത്തിൽ വിശുദ്ധ സ്ഥലങ്ങളെ അവഹേളിക്കുന്നവരെല്ലാം ചെയ്യുന്നത് ദൈവനിന്ദയാണ്. അതുകൊണ്ട് അവർ കുമ്പസാരിക്കുകയും ചെയ്ത പാപത്തിന് തക്ക പരിഹാരം അനുഷ്ഠിക്കുകയും വേണം. വിശുദ്ധ സ്ഥലങ്ങളിലെ നിങ്ങളുടെ മോശമായ പെരുമാറ്റം നിങ്ങൾക്ക് അനേകം ദണ്ഡവിമോചനങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. പാവം കുഞ്ഞുമക്കളെ, നിങ്ങളുടെ രക്ഷയ്ക്കായി സ്വർഗം അനേകം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ വളരെ പേർ അതിൻ്റെ നേട്ടം സ്വന്തമാക്കുന്നില്ല. കാരണം നിങ്ങളുടെ തെറ്റായ പെരുമാറ്റ രീതികളും വിശ്വാസക്കുറവും തന്നെ. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും സക്രാരികൾക്ക് മുൻപിലേക്കും വിശുദ്ധ സ്ഥലങ്ങളിലേക്കും ഗ്രോട്ടോകളിലേക്കുമൊക്കെ വിശ്വാസത്തോടെ നിങ്ങൾ നടത്തുന്ന സന്ദർശനങ്ങൾ നിങ്ങൾക്ക് ദണ്ഡവിമോചനത്തിന് കാരണമാകും. നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ അവ ആവശ്യമാണ്. ഈ ദണ്ഡവിമോചനങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി ദൈവം നൽകുന്ന ആത്മീയ ദാനങ്ങളാണ്. എന്നാൽ ദൈവത്തോടും എന്നോടും എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹക്കുറവ് കൊണ്ടും നിങ്ങളുടെ തന്നെ മോശം പെരുമാറ്റം കൊണ്ടും നിങ്ങളിൽ എത്രയോ പേർ അത് നഷ്ടമാക്കി കളയുന്നു എന്ന് കാണുക. അതുകൊണ്ട് എൻ്റെ മക്കളെ, വിശുദ്ധ സ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും അശുദ്ധമാക്കുന്നത് അവസാനിപ്പിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ദൈവം നിങ്ങളെ കുറ്റം വിധിക്കും.